കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവം 2025ന്റെ മൂന്നാം ദിനം നാടകം, സിനിമ തുടങ്ങിയ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സംവിധായകനും നടനും സംസ്ഥാന അവാർഡ് ജേതാവുമായ സെൽവരാജ് രാഘവൻ നേതൃത്വം നൽകി. കായംകുളം മൂന്നാംകുറ്റി ഗായത്രി സീനിയർ സെൻട്രൽ സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സമ്മർ ക്യാമ്പായ മേധോത്സവത്തിന്റെ മൂന്നാം ദിവസം നാടകം, സിനിമ തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ചുള്ള അവബോധനം സൃഷ്ടിക്കുന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. കുട്ടികളിൽ സർഗശേഷിയും ആത്മവിശ്വാസവും വളർത്തുക എന്നതാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ചലച്ചിത്ര സംവിധായകനും നടനും സംസ്ഥാന അവാർഡ് ജേതാവുമായ സെൽവരാജ് രാഘവൻ സംവാദത്തിന് നേതൃത്വം നൽകി. അദ്ദേഹത്തോടൊപ്പം KS ദിലീഷ്, ഷൺമാധരൻ, ട്രൈബി പുതുവയൽ എന്നിവരും സംവാദത്തിൽ പങ്കാളികളായി. സംസാരിച്ച് സമയം കളയാതെ നമുക്ക് എന്താണ് നാടകം, എന്തിനാണ് നാടകം, എന്താണ് സിനിമ, ഇതിൻ്റെ എല്ലാം പ്രത്യേകതകൾ എന്താണ്, എങ്ങനെയായിരിക്കണം നമ്മൾ സിനിമയെയും നാടകത്തെയും ഒക്കെ സമീപിക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണുള്ളത്, എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാം. കസേരകളിൽ നിന്നും നമുക്ക് എഴുന്നേറ്റ്, കാരണം ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോവുക. ആ കാലഘട്ടത്തിന്റെ സൗന്ദര്യം പരമാവധി അനുഭവിച്ച് നിങ്ങൾ വളരുക എന്നുള്ളതാണ് ഞങ്ങൾ മുതിർന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. കണക്കിന്റെ സൂത്രവാക്യങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം E=MC² എന്ന് പഠിക്കുന്നതിനോടൊപ്പം സ്നേഹത്തെക്കുറിച്ചിട്ടും കരുണയെക്കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരുപാട് പഠിച്ചത് കൊണ്ടൊരു നല്ല മനുഷ്യനാവണമെന്നില്ല, ഒരുപാട് കാശ് സമ്പാദിച്ചത് കൊണ്ടൊരു നല്ല മനുഷ്യനാവണമെന്നില്ല. നല്ല ആവണമെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം വേണം, കരുണ വേണം. അതിന് ഏറ്റവും നല്ല മാർഗമാണ് കല. അപ്പൊ കലയിലൂടെ നമുക്ക് നല്ല മനുഷ്യനായി മാറാൻ സാധിക്കും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഏറ്റവും നല്ലതിനെ കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്താ? വിദ്യാഭ്യാസം എന്നത് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിലെ, ശരീരത്തിന്റെ, ആത്മാവിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. മനുഷ്യനെ നവീകരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് കലയും കഥയുമെല്ലാം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വഗുരുക്കന്മാരെല്ലാം മികച്ച കഥാകാരന്മാരായിരുന്നു. ക്രിസ്തു തന്നെ ബൈബിളിൽ ആ ചെറിയ വർഷത്തെ ജീവിതം പറയുമ്പോൾ 33-ലധികം കഥകളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാമായണത്തിലും മഹാഭാരതത്തിലും ലോകത്തുള്ള മുഴുവൻ ഇതിഹാസങ്ങളിലും കഥകളിലൂടെ നമ്മളെ നവീകരിക്കുകയാണ്. ഇപ്പൊ ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇവരെ കാണാൻ പറ്റണല്ലേ? എല്ലാവർക്കും കാണാൻ പറ്റണുണ്ടോ? പറയൂ. ഓക്കെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമുക്കൊരു നമ്പർ വെക്കണം. അദ്ദേഹത്തോടൊപ്പം KS ദിലീഷ്, ഷൺമാധരൻ, ട്രൈബി പുതുവയൽ എന്നിവരും സംവാദത്തിൽ പങ്കാളികളായി. പരിപാടിയുടെ ഉദ്ഘാടനം സ്കൂൾ ചെയർമാൻ C ഷാജി നിർവഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ ഷീജ P നായർ അവതാരകയായി. കോർഡിനേറ്റർ ആഷ്ന രാജൻ സ്വാഗതം പറഞ്ഞു. സീനിയർ പ്രിൻസിപ്പൽ ലീന ശങ്കർ, പ്രിൻസിപ്പൽ ഇൻചാർജ് വിനീത പിള്ള, ഒബ്സർവർ ശ്രുതി വിജയൻ, മേധോത്സവം കൺവീനർ സുനിൽ രാജ് VN തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. 11ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രദ്ധ മുരളീകൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു. ആനന്ദം എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. CDNet ന്യൂസ്, കായംകുളം.